പ്രജീഷേട്ടാ, ആ എന്നാ നിങ്ങക്ക് വല്ലതും അറിയോ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ ഒന്ന് പറഞ്ഞാട്ടെ. ഇന്നെന്തെന്നാ ഇന്ന് ശനിയാഴ്ച അല്ലേ? അത് ശരിയാ, ഇന്ന് ശനിയാഴ്ചയാ. അതല്ലാണ്ട് വേറൊരു പ്രത്യേകത ഉണ്ട്, അതറിയോ? ആ പിന്നെ എന്താ ഇന്നത്തെ ദിവസത്തിന് വേറെന്ത് പറ്റിയതേ ഏതാ ഞാൻ മറന്നു ഏതാ ചോദിക്കുന്നത്? ഇന്ന് എന്റെ ബർത്ത്ഡേയാ. നിങ്ങൾ അതൊന്നും ഓർക്കൂലോ. ഓ അത് ഇന്നേനല്ലേ? ആ, ഇന്ന് തന്നെ. ഇത് കണ്ടോ നിങ്ങള്? എല്ലാരും ഗിഫ്റ്റ് കൊടുക്കുന്നതും ഡെക്കറേഷനും എന്ത് രസാ. ഇതെല്ലാരും അത് ഇൻസ്റ്റയില് സ്റ്റോറി ഇടും. അതാ ഇപ്പത്തെ ഹൈലൈറ്റ്. അറിയാം നിങ്ങൾക്ക്? എനിക്കും അതുപോലെ ചെയ്യണം. അതുകൊണ്ട് ഇന്നേരം ഇങ്ങനെ ഒരു സെറ്റപ്പ് എനിക്ക് വേണം. എന്നിട്ട് നമുക്ക് സർപ്രൈസ് പോലെ വീഡിയോ എടുത്തിട്ട് എനിക്ക് ഇന്നത് സ്റ്റാറ്റസ് ഇടണം, സ്റ്റോറി ഇടണം, ഫേസ്ബുക്കിലെല്ലാം ഇടണം. എന്നിട്ട് 2-3 ആൾക്കാരെ എനിക്ക് കാണിക്കണം. അപ്പൊ ഇതുപോലെല്ലാം എനിക്ക് ആക്കി തരണേ കേട്ടാ. നിങ്ങൾ എങ്ങോട്ടാ പോകുന്ന ഒന്നും പറയാണ്ട്? പണിക്കുവാ സമയം ഏതാ ഞാൻ വന്ന് നോക്കട്ടെ സെറ്റാക്കാം നമുക്ക്. സെറ്റാക്കാന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആണെങ്കിൽ എന്റെ വിധം മാറുക. ഞാൻ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കും. എനിക്ക് ഇത് സ്റ്റാറ്റസ് സ്റ്റോറി എല്ലാം ഇടണം. तातड़ देखो कल ढालाई मांगता है हैं? ज़्यादा मुश्किल है, अभी थोड़ा बाकी है ना. क्या कौन आता है? ഓ മക്കളെ ഇതിപ്പോൾ എന്താ പറയാ റോഡ്. ആ ഹലോ, ആ ചേട്ടാ, വാടക ഒരു 3 ദിവസം കൊണ്ട് വന്നാൽ പോരെ? പണി മഴയായതുകൊണ്ട് പണിയൊന്നും നടന്നിക്കില്ലേനു. നാളെ ഒരു കോൺക്രീറ്റ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഞാൻ സെറ്റായി തരാം. 2 ദിവസം ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യും. അങ്ങനെ പറയല്ല ചേട്ടാ, ഞാൻ എങ്ങനെയും പെട്ടെന്ന് സെറ്റായി തരാം. ആ ആ എങ്ങനെയും ശരിയായി തരാം. ആ ശരി ശരി ശരി. बुरा मुश्किल आता है, मेरे घर का वाടക है ना, घर का वाടക नहीं ये देगा तो आदमी लफड़ा करता है. जल्दी देखो अगला आता है. അതിരാ ഓ ആ ഇതാര് പ്രജീഷാണ? എന്തായി പണി? എന്തായി? എല്ലാം കമ്പിയെല്ലാം കെട്ടി കഴിഞ്ഞിക്ക്. ആ നാളെ കോൺക്രീറ്റ് ചെയ്യാം. ഞാൻ ഇപ്പൊ നിങ്ങളെ വിളിക്കണം എന്ന് വിചാരിച്ചിരിക്കേ. ബിനി ചേട്ടൻ പറഞ്ഞിക്ക് 2 ആഴ്ച കഴിയും പൈസ കിട്ടേ, നിങ്ങളോടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിക്ക്. ആ അങ്ങനെ പറഞ്ഞേ. ആ എന്നായിക്കോട്ടെ. ആ ശരി. ആ എന്നാ ശരി. ആ ഹലോ സാറേ. ഇല്ല ഈ മാസം അടച്ചിട്ടില്ല, ഞാൻ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അടച്ചിട്ടില്ല. ഞാനെങ്കിലും അടക്കാം, 2 ദിവസം കൊണ്ട് അടക്കാം. ഇല്ല ഡിലേ ആക്കൂല അറിയാം, പൈസ എല്ലാം വരുന്ന അറിയാം. നോക്കട്ടെ, എങ്ങനെയെങ്കിലും ഞാൻ 2 ദിവസം കൊണ്ട് അടക്കാം. ആ ആയിക്കോട്ടെ ശരി ശരി. ഇത് എത്രയൊക്കെ വയ്ക്കുന്നില്ല? ഇത് 350, ഇതോ ഇത് 1000, ഇത് 700. ഇപ്പൊ വേണ്ട, ഞാൻ പിന്നെ വരാം. ഓക്കെ. എന്താ ഇങ്ങനെ ഇരുന്നേ? ഞാൻ ഒന്നുമില്ല, ഞാൻ വെറുതെ അവിടെ കുത്തിരുന്ന. തിരിച്ചെടു പോയി. ഓള് മേലാതാ, ഏ നിങ്ങ തീരെ ഇറങ്ങിക്കില്ലല്ലോ. അപ്പൊ ചോറ് ചേർന്നുണ്ടാക്കില്ല? ചോറ് ഉച്ചക്കൊക്കെ മാത്രം വെച്ചിക്ക്, രാത്രി നമ്മളെല്ലാം പുറത്തു പോയി കഴിക്കുന്നാ പറഞ്ഞേ. ആ നിങ്ങൾ വന്നാ? ഞാൻ പറഞ്ഞ സാധനമൊക്കെ വാങ്ങിച്ചോല്ല? ഇല്ല. ഹാപ്പി ബർത്ത്ഡേ. ഇതെന്താ മറ്റേ ഞാൻ പറഞ്ഞ കാര്യമില്ല, എന്തായി? അന്ന് വാങ്ങാൻ പറ്റിയില്ല. നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത്? ഞാൻ എത്ര പറഞ്ഞതാ രാവിലെ. നിങ്ങൾ ഇപ്രാവശ്യം എന്നെ പറ്റിച്ചല്ലേ. നിങ്ങൾക്ക് എന്റെ ഈ ചെറിയ ആഗ്രഹം പോലും നിങ്ങൾക്ക് സാധിച്ചു തരാൻ പറ്റൂല. പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ എന്നും പണിക്കാന്ന് പറഞ്ഞു പോകുന്ന? നിങ്ങളെ ഒരു പൈസയും ഇല്ല. എന്റെ പൊന്നു ജിത്തു, എനിക്കിന്ന് കേക്കും ഡ്രസ്സും എല്ലാം വാങ്ങണം ഞാൻ ആഗ്രഹിച്ച, പക്ഷെ എന്ത് ചെയ്യാനാ, എന്നെ കൊണ്ട് ഒത്തില്ല. ഇന്നാണെങ്കിൽ നമ്മളെ ബാങ്കിൽ നിന്ന് മാനേജർ വിളിച്ച് പൈസ അടച്ചിടാൻ വേണ്ടി, വീടിന്റെ വാടകന്റെ അയാൾ വിളിച്ച്, പോരാത്തിന് അമ്മേന്റെ മരുന്നിന്റെ പൈസ അയച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. നമ്മൾ കടം കൊടുത്ത ആള് അതാണ് വിളിച്ച്.
എൻ്റെ അമ്മോ എനിക്കിന്ന് സ്വസ്ഥതയില്ലാത്ത ദിവസമാണ്. ഇതൊന്നും ഞാൻ എന്നോട് ഇന്ന് പറയാൻ വേണ്ടി ആഗ്രഹിച്ചില്ല. കാരണം ഇന്ന് നല്ലൊരു ദിവസമല്ലേ, ആ സന്തോഷം ഞാൻ കളയണ്ടെന്ന് വിചാരിച്ചിട്ടാ. എൻ്റെ അടുത്ത് പൈസക്ക് മാത്രമേ കുറവുള്ളൂ, പക്ഷെ എന്നോടുള്ള സ്നേഹത്തിന് ഞാൻ ഇതുവരെ ഒരു കുറവും വരുത്തിയിട്ടില്ല. എനിക്കൊരു നല്ല കാലം വരും, അന്ന് ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ സാധിച്ചു തരും. എന്നോട് ക്ഷമിക്കൂ പ്രതീക്ഷേട്ടാ, നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാണ്ട് ഞാൻ വെറുതെ നിങ്ങളോട് വഴക്കിട്ടു. സോറി. നിങ്ങളല്ലേ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം. സോറി.